ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. ഞാൻ ഇസ്രായേലിൽ എത്തിയിട്ട് ഇപ്പോൾ 4 വർഷം ആവുകയാണ്. ഞാൻ എങ്ങനെയാണ് ഇസ്രായേലിൽ എത്തിയത്, അതിനെക്കുറിച്ച് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ 2022 ജനുവരിയിലാണ് ഇസ്രായേലിലെത്തുന്നത്. ഞാൻ ഇസ്രായേലിലേക്ക് വരാൻ തീരുമാനമെടുത്തതിന് ശേഷം ഒരു 1 ഇയറിന് മുകളിൽ കാത്തിരിക്കേണ്ടി വന്നു ഇവിടെ എത്തിപ്പെടാൻ. അതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് എൻ്റെ വീഡിയോയിൽ കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതിനു മുമ്പേ കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. ഇവിടെ വന്നതിന് ശേഷം കുറേ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ പരിചയപ്പെട്ടുള്ള ആൾക്കാരാണെങ്കിലും കുറേ പേര് പറയുന്നതും കേട്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളും അവഗണനകളും തള്ളിപ്പറച്ചിലുകളും ഒക്കെ സഹിച്ച് മുന്നോട്ട് ജീവിക്കാൻ ഒരു വഴിയുമില്ല എന്നൊരവസ്ഥ ഉണ്ടാവുമല്ലോ. എല്ലാ വാതിലുകളും അടഞ്ഞു നിൽക്കുന്ന സമയത്ത് ആണ് ചിലർക്കൊക്കെ ഇസ്രായേലിലേക്ക് വരാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി വരികയും അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് വരാനുള്ള ആ ഒരു ചാൻസ് കിട്ടുന്നതൊക്കെ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് എനിക്കും. ഞാൻ ശരിക്കും ലൈഫിൽ ഒരുപാട് അവഗണനകളും ഒരുപാട് വേദനകളും ഒക്കെ സഹിച്ച് വഴിമുട്ടി നിന്ന സമയത്താണ് എനിക്കും ഇസ്രായേലിലേക്ക് വരാനുള്ള ആ ഒരു ഭാഗ്യം എനിക്കും കിട്ടിയത്. ഇങ്ങോട്ടേക്ക് വരാൻ ഈ ഒരു രാജ്യത്തിനെ കുറിച്ച് പോലും എനിക്ക് ന്യൂസിലൊക്കെ കേട്ട ചെറിയൊരു അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുവരെയും. അതിനുശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന ഈ ഒരു രാജ്യത്തിനെ കുറിച്ച് അറിയാൻ കൂടുതൽ താല്പര്യം കാണിക്കുകയും കൂടുതൽ അറിയുകയൊക്കെ ചെയ്തത്. ഇവിടെ യുദ്ധമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് എന്നൊക്കെ ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ഹസ്ബൻഡിനൊക്കെ പക്ഷെ അറിയായിരുന്നു ഇതിനെക്കുറിച്ച്, ഈ രാജ്യത്തിനെ കുറിച്ചൊക്കെ അറിയായിരുന്നു. ഇസ്രായേലിലേക്ക് വരാനുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു ഇവിടെ നടന്ന ആ ഒരു വാറിൽ മലയാളി പെൺകുട്ടിയായ സൗമ്യ മരിച്ചത്. ആ ഒരു ന്യൂസ് ആ ഒരു ടൈമിൽ ഫുള്ള് ടി വി ഓപ്പൺ ചെയ്താൽ അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിൽ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഫുൾ ആ ഒരു ന്യൂസ് മാത്രമായിരുന്നു എല്ലാവർക്കും പറയാനുള്ളത്. ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു ഇസ്രായേലിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയത്. ഒരു മലയാളി പെൺകുട്ടി മരിച്ചപ്പോൾ കേരളത്തിൽ ആ ഒരു സംഭവം ഭയങ്കര ഒരു ഇതായിരുന്നു ആ ടൈമിൽ. അപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അവരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നീ പോകണ്ട. ഇപ്പോഴും ആ മരണത്തിനെക്കുറിച്ച്, ആ പെൺകുട്ടിയുടെ മരണത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് മനസ്സിൽ വരുന്നത്. ശരിക്കും ഞാൻ എനിക്കൊരു ജോബ് വേണം ഒരുപാട് ആഗ്രഹിച്ച് നിന്ന ഒരു ടൈമിലാണ് എനിക്ക് ഇങ്ങനൊരു ചാൻസ് വന്നത്. ഈ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത്, അങ്ങനെ തന്നെ പറയാം. അത് എൻ്റെ കസിൻ സിസ്റ്റർ വഴിയാണ് എനിക്ക് ലഭിച്ചത്. ചുവരുണ്ടെങ്കിൽ അല്ലേ ചിത്രം എഴുതാൻ കഴിയുമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഹെൽപ്പ് ചെയ്തിട്ട് ഫിനാൻഷ്യലി ആണെങ്കിലും മെൻ്റൽ സപ്പോർട്ടാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും എൻ്റെ കൂടെ നിന്ന ഓരോ വ്യക്തികളെയും ഞാൻ ഈ നിമിഷത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഇതിനെക്കുറിച്ച് എൻ്റെ കസിൻ സിസ്റ്റർ പറയുമ്പോൾ തന്നെ അവൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ യുദ്ധമൊക്കെ ഉണ്ടാകുന്ന ഒരു രാജ്യമാണ്, നിനക്ക് അവിടെ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും ആലോചിച്ചില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോബ് നേടിയേ പറ്റും, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഇളയ മകൾക്ക് 6 മാസം പ്രായമേ ഉള്ളൂ. ആ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഒരു ഏജൻറ്റ് വഴി മാത്രമാണ് നമുക്ക് ഇസ്രായേലിൽ എത്തിച്ചേരാൻ കഴിയുന്നത്. ഒരു സബ് ഏജൻറ്റ് വഴി നമ്മൾ മുമ്പേ മെയിൻ ഏജൻസിയുമായിട്ട് കണക്റ്റഡായി അവിടുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി അങ്ങനെയാണ് നമ്മൾ ഇസ്രായേലിലേക്ക് എത്തുന്നത്. അപ്പോൾ രശ്മി എന്ന കുട്ടിയാണ് എൻ്റെ കസിൻ സിസ്റ്ററിന് ആ ഒരു കോണ്ടാക്റ്റ് നമ്പറൊക്കെ കൊടുത്ത് എനിക്ക് പുള്ളിക്കാരുമായിട്ട് കണക്ട് ചെയ്ത് വിട്ടത്. അങ്ങനെ ഒരു ഏജൻറ്റുമായിട്ട് കണക്റ്റായി. അങ്ങനെ ഇതിനെക്കുറിച്ച് എമൗണ്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ ഒരു എമൗണ്ട് പറഞ്ഞപ്പോൾ അത്രയും ഒരു പണമൊക്കെ എനിക്ക് റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പറ്റില്ല എന്ന് തന്നെ വിചാരിച്ചത്. എങ്കിലും ഞാൻ കരുതി നമ്മൾ ഒരു കാര്യത്തിന് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പോത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങുക അല്ലേ, ഇറങ്ങി കഴിയുമ്പോൾ താനേ വന്നു ചേരും എല്ലാം. അതെൻ്റെ വീട് വെക്കുന്ന ആ ഒരു ടൈമിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ ഫുൾ പേയ്മെൻറ്റ് ഞങ്ങളുടെ കൈ വെച്ചിട്ടല്ല ഞങ്ങൾ വീട് പണിക്ക് ഇറങ്ങിയത്. പക്ഷെ എങ്ങനെയൊക്കെയോ അത് ലാസ്റ്റ് ഒരു സക്സസ്സിലെത്തി. നമുക്ക് വീടൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. വലിയ വീടൊന്നുമല്ല, ചെറിയ വീടാണ്. എങ്കിലും നമുക്ക് സ്വന്തമായൊരു വീട് എന്ന് പറയുന്നത് അതായിരിക്കും എല്ലാവർക്കും ഏറ്റവും വലിയൊരു സ്വപ്നമില്ല. മറ്റുള്ളവരുടെ അവഗണന ഒന്നും സഹിക്കേണ്ട. നമുക്ക് ഉള്ളത് എന്താണോ അത് കഴിച്ച് നമ്മുടെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന ആ ഒരു സുഖം ഒരിക്കലും വേറെ എവിടെ പോയാലും കിട്ടില്ല. അതായിരുന്നു ആദ്യത്തെ ആ ഒരു കടമ്പ. വീടൊക്കെ വെച്ചതിൻ്റെ ആ ഒരു ക്ഷീണം മാറുന്നതിന് മുമ്പാണ് ഇസ്രായേലിലേക്ക് വരാനുള്ള ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ
ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ടെൻഷൻ വന്നത്. പക്ഷേ എന്തായാലും ഇറങ്ങാം എന്ന് കരുതി തന്നെ ഇറങ്ങി. ആദ്യം കുറച്ച് പേയ്മെൻ്റൊക്കെ കൊടുക്കണമായിരുന്നു. അതിനുശേഷമാണ് ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നത്. ആ ടൈമിൽ കൊറോണ ആയിരുന്നു. സത്യത്തിൽ ചിലരുടെയൊക്കെ ലൈഫിൽ അതൊരു പ്രശ്നമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ആ കൊറോണ ടൈം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് വന്നത്. കാരണം നോർമലി ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ ക്ലാസ് എല്ലാം മുംബൈയിൽ നമ്മൾ പോകണം. 1 വീക്ക് പോവുക, അവിടുത്തെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക, പിന്നെയും വീണ്ടും 3-4 തവണയൊക്കെ പോയിട്ട് ലാസ്റ്റ് ഇസ്രായേൽ വന്ന ഒരുപാട് പേരുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുമല്ല, എനിക്കൊരു കൊച്ചു കുട്ടിയാണുള്ളത്. എനിക്ക് വേണ്ടുന്ന രീതിയിൽ ദൈവം എല്ലാം ഒരുക്കി തന്നു എന്ന് വേണം എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒറ്റ ഒരു തവണ മാത്രമേ മുംബൈയിലേക്ക് പോകേണ്ടി വന്നുള്ളൂ, ലാസ്റ്റ് മെയിൻ ഇൻ്റർവ്യൂവിന്. അതിനു മുമ്പുള്ള എല്ലാ ക്ലാസ്സുകളും എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയായിരുന്നു. എല്ലാം വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ കുറേ പേപ്പർ വർക്കുകളുണ്ട്, നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് മൗറീഷ്യസിലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. രാവിലെ ഇറങ്ങും, രാത്രി 12 മണി അല്ലെങ്കിൽ 11 മണിക്കായിരിക്കും വീട്ടിൽ വന്ന് കയറുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇതിനാവശ്യമായ ഓരോ പേപ്പറുകളും വല്ലാത്ത അവസ്ഥയിൽപ്പെട്ട് കിടക്കുന്നൊരിതായിരുന്നു. ബർത്ത് സർട്ടിഫിക്കറ്റിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എവിടാണോ ഞാൻ ജനിച്ച ആ ഹോസ്പിറ്റലിലുള്ള പഞ്ചായത്തിലൊക്കെ പോയി ബർത്ത് സർട്ടിഫിക്കറ്റ് ഒറിജിനലൊക്കെ കളക്ട് ചെയ്യണമായിരുന്നു. പിന്നെ എൻ്റെ 10th പഠിച്ചും അല്ലെങ്കിൽ +2 പഠിച്ച എല്ലാ സ്കൂളുകളിലൊക്കെ പോകേണ്ട വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് പോകേണ്ട വന്നു. അതിനു മുമ്പൊന്നും ഞാൻ വീടിന് പുറത്തു പോലും അങ്ങനെ സ്വന്തമായിട്ടൊരു കാര്യങ്ങളും ചെയ്യാത്ത ആൾ. ഒറ്റയ്ക്ക് പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് ആ ടൈമിലൊക്കെ. പക്ഷേ ഇസ്രായേലിലേക്ക് വരാനുള്ള പേപ്പർ വർക്കിൻ്റെ ആ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഞാൻ തനിയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. എന്ന് വെച്ചാൽ ഹസ്ബൻഡ് നാട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുന്നതാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിലൊക്കെ കയറി പോകുന്നത്. ബസ്സിൽ പോലും ഒരു കൊല്ലം ടൗൺ അല്ലെങ്കിൽ ട്രിവാൻഡ്രം വരെ പോലും ഒറ്റയ്ക്ക് പോകാത്ത ഞാൻ മുംബൈ വരെ ഒറ്റയ്ക്ക് ഫ്ലൈറ്റിൽ പോയി. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കേട്ടോ. ആദ്യമൊക്കെ ചെറിയ പേടിയുണ്ടെങ്കിലും പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ ഇത്രയൊക്കെ ചെയ്തോ എന്നുള്ളൊരു ഇതായിരുന്നു. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക് ആ സമയത്തൊക്കെ. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ നല്ല ടെൻഷനുണ്ട്. എനിക്ക് ടെൻഷൻ വരുമ്പോൾ എല്ലാം രശ്മി എന്ന് പറയുന്ന പുള്ളിക്കാരിയെ വിളിച്ച് ചോദിക്കാറുണ്ട്, പറ്റുമോ, ഇങ്ങനെ ആയിരിക്കുമോ, അങ്ങനെ ആയിരിക്കുമോ, ഫെയിലാവോ, എന്താവും, ഇതെല്ലാം നമ്മൾ പെട്ടിയും പ്രമാണവും എല്ലാം എടുത്ത് മുംബൈയിൽ പോവുക, തിരിച്ചു പോകേണ്ട വരുമോ എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു ഒന്നുമില്ല, പാസ്സാവും, ഇങ്ങനെ കോൺഫിഡൻസ് എനിക്ക് തരുമായിരുന്നു. അതേപോലെ എൻ്റെ കസിൻ സിസ്റ്റർ ശരണ്യ, എൻ്റെ അനിയത്തി ആര്യ, എല്ലാവരും എനിക്ക് കോൺഫിഡൻസ് തന്നുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാലും ഞാൻ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഞാൻ പഠിച്ചിരുന്ന SLCക്കൊക്കെ ഞാൻ ഫുൾ A+ വാങ്ങിച്ചത്. അമ്മാതിരി പഠിത്തം പഠിച്ചത്, ഒന്നുപോലും വിട്ടുപോകല്ലോ എന്നുള്ള രീതിയിൽ. അതിന് ഏജൻ്റ് ആണെങ്കിലും നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരിയായിരുന്നു ഏജൻറ്റ്. പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ നല്ലപോലെ ഞാൻ മാത്രമല്ല, ഒരു 5-6 പേരുണ്ടായിരുന്നു ആ ടൈമിൽ മുംബൈയിലേക്ക് പോകാൻ. അതിൽ ഒരു ചേച്ചിയുമായിട്ട് ഇപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞങ്ങളൊക്കെ ഒരുമിച്ചാണുള്ള സൂം വഴിയുള്ള ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും മുംബൈയിലേക്ക് പോയതാണെങ്കിലും അവിടെ നിന്ന് ഒരുമിച്ചാണ് ഇൻ്റർവ്യൂ പാസ്സായത്, ഒരുമിച്ചാണ് ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറി വരുന്നതൊക്കെ. അങ്ങനെ 2-3 പേര് ഇപ്പോഴും കോണ്ടാക്റ്റിൽ തന്നെ ഉണ്ട്. ഞങ്ങളൊക്കെ ഏകദേശം ഒരേ ടെൻഷനിൽ കൂടെ കടന്നു പോയവരാണ്. അപ്പോൾ ഞങ്ങളുടെ ഏജൻറ്റ് പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു തരും, 2-3 പേരൊക്കെ ഫെയിലായിട്ടുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ശരിയാവത്തില്ല, നല്ലപോലെ പഠിക്കണം, പഠിച്ചിട്ട് മാത്രം മുംബൈയിൽ വന്നാൽ മതി, നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് വരിക, തന്ന നോട്ട്സൊക്കെ നന്നായി പഠിക്കുക, ബാക്കി കാര്യം ദൈവത്തിൻ്റെ കയ്യിൽ, പിന്നെ നിങ്ങളും കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുക. ഓരോ കാര്യങ്ങളും അവർക്ക് ഒരുപാട് പേരെ കൊണ്ടുപോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾക്കൊന്നും ഒരുമിച്ച് പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. മുംബൈയിലേക്ക് പോകുമ്പോൾ ഒരുമിച്ചല്ലായിരുന്നു, ഓരോരുത്തരെയായിരുന്നു വരുന്നത്. ചിലപ്പോൾ ഞാൻ പോകുന്നതിന് ഒരാഴ്ച മുമ്പായിരിക്കും വേറൊരാൾ പോകുന്നത്. അങ്ങനെ ഒറ്റയ്ക്കാണ് ഞങ്ങൾ മുംബൈയിലേക്ക് പോലും പോയത്. അങ്ങനെ ഞാനും ഒറ്റയ്ക്കാണ് പോയത്. സൂം വഴിയായിരുന്നു ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന സമയത്താണ് യുദ്ധം വരികയാണ്. ഇസ്രായേലിൽ യുദ്ധം വന്നു. ആ സമയത്തും കുറേ കാലം എയർപോർട്ടൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോഴും നല്ല ടെൻഷനാണ്. നമ്മൾ കടങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇതിൻ്റെ പേയ്മെൻറ്റുകളൊക്കെ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെൻഷനും ഇങ്ങനെ ദിവസങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ടെൻഷൻ ഇങ്ങനെ കൂടി വരുവാണ്.
എങ്ങനെയെങ്കിലും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്നുള്ള ചിന്തയായിരുന്നു. എങ്ങനെയെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് പാസ്സായി ഇങ്ങ് എത്തണം എന്നുള്ളൊരു മൈൻഡ്. എന്ന് വെച്ചാൽ നമ്മൾ അത്ര വലിയ ക്യാഷ് ടീമൊന്നുമല്ല. അപ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ട് ആണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കടമാണ് വാങ്ങിച്ചിരിക്കുന്നത്, അതിൻ്റെ കുറേ ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ട്, അങ്ങനെ കുറേ ടെൻഷനുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് വന്നാൽ മതി എന്നുള്ളൊരിതായിരുന്നു. ആ കൊറോണ ടൈമിലായതുകൊണ്ട് തന്നെ കുറേ സർട്ടിഫിക്കറ്റുകൾ അങ്ങനെ എടുക്കണമായിരുന്നു. 2 വാക്സിനാണ് ഞാൻ ഇവിടെ ഇന്ത്യയിൽ വെച്ച് എടുത്തിട്ടുള്ളത്. അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ ഇതിന് ഹാജരാക്കണമായിരുന്നു. നമ്മളെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയായിരുന്നു ഇവിടെ നിന്നുള്ള ഇൻ്റർവ്യൂ വരുന്നത്. എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് ഇവിടുത്തെ ഒരു ഏജൻസിയിലെ ഒരു മാം ആയിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തു. അതായിരുന്നു ഫസ്റ്റ് ഇൻ്റർവ്യൂ, ഒരു ട്രയൽ പോലെ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇൻ്റർവ്യൂ ഞാൻ ഫേസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് നേരത്തെ ഏജൻറ്റ് പറഞ്ഞിരുന്നു നാളെ വിളിക്കും, നാളെ ഒരു ഇൻ്റർവ്യൂ കാണും, ഇസ്രായേലിൽ നിന്ന് ഏജൻസിയിൽ നിന്ന് ആരെങ്കിലും വിളിക്കും, അപ്പോൾ റെഡി ആയിട്ട് നന്നായിട്ട് ആൻസറൊക്കെ പറയാം മുൻകൂട്ടി പറഞ്ഞിരുന്നു. എന്നാൽ പോലും എപ്പോഴാണ് വിളിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആവേണ്ട വന്നില്ല. പെട്ടെന്നൊരു കോൾ വന്നു, അവർ ചോദിക്കുന്നതിനെല്ലാം ആൻസർ നന്നായിട്ട് പറഞ്ഞു, കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴും എനിക്ക് എന്നെ മനസ്സിൽ തോന്നി ഓക്കെ ആണെന്ന്. എന്ന് വെച്ചാൽ ആ ഒരു ടോക്ക് അങ്ങനെ ആയിരുന്നു. അതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്, ചെറിയൊരു ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കൊറോണയുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ആയി കഴിഞ്ഞപ്പം എല്ലാം ഒന്ന് സ്റ്റക്കായി നിന്നു. അതിനുശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് മുംബൈയിലേക്ക് പോകാനുള്ള ആ ഒരു ദിവസം വന്നത്. അങ്ങനെ ഞാൻ മുംബൈയിലെ ഹോസ്റ്റലിലെത്തി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ പാതി ആശ്വാസം. മുംബൈയിലെ എൻ്റെ ഏജൻസിയാണ് സിയോൺ. പിറ്റേന്ന് രാവിലെ മുതൽ ഞങ്ങൾ സിയോൺ ഏജൻസിയിലേക്ക് പോകുന്നു. കുറേ പേപ്പർ വർക്കുകൾ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ഒറ്റയ്ക്കാണ് ഞങ്ങളെ പുറത്തേക്ക് വിട്ടിരുന്നത്. അപ്പോഴൊക്കെ ടെൻഷനായിരുന്നു, എങ്ങനെ ഒറ്റയ്ക്ക് പോകും, ഹിന്ദി അറിയില്ല, എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരിതായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ അതൊക്കെ നടന്നു. അപ്പോൾ അവിടുത്തെ മാം പറഞ്ഞത് എല്ലാം നിങ്ങൾ ഒറ്റയ്ക്കാണ് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. ഇസ്രായേലിൽ പോയാലും നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും, അതുകൊണ്ട് ഇവിടെ നിന്നേ തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് പോയത് കൂട്ടുകാരൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നമ്മളെ അവരുടെ കൂടെ വിടാം, പക്ഷെ വിടത്തില്ല. ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോയി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത്. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ മുമ്പൊരു പ്രീ ഇൻ്റർവ്യൂ ഉണ്ട്. ആ ടൈമിൽ എല്ലാ എല്ലാം അവർ ക്ലാസ്സിൽ നമുക്ക് നോട്ട്സ് തന്നിരിക്കുന്ന ഫുൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതെല്ലാം നന്നായിട്ട് ആൻസർ ചെയ്തു. അതിനുശേഷമാണ് മെയിൻ ഇൻ്റർവ്യൂ എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. മെയിൻ ഇൻ്റർവ്യൂവിൻ്റെ ആ സമയത്തും ടെൻഷൻ വരുമ്പോഴല്ല, പിന്നീട് എനിക്ക് കുറച്ച് ടെൻഷൻ കുറഞ്ഞു കേട്ടോ. മുംബൈയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേയൊക്കെ ടെൻഷൻ മാറി. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നമ്മുടെ കൂട്ട് തന്നെ ടെൻഷനൊക്കെ പേടിച്ചൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ. അത് കണ്ടപ്പോൾ തന്നെ പാതി ആശ്വാസമായി. അങ്ങനെ എല്ലാവരും കൂടി നമ്മളെയും കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും ഇൻ്റർവ്യൂവിന് പോയി. എൻ്റെ ആ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഞങ്ങളെല്ലാവരും പാസ്സാവുകയും ചെയ്തു. അന്നുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. നന്ദി പറയാത്ത ദൈവങ്ങളില്ല. അത്രയ്ക്ക് നമ്മളെയും കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറ്റും എന്നുള്ള, നമ്മളെയും കൊണ്ട് സാധിക്കും എന്ന് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു സന്ദർഭം, ആ ഒരു സമയം കിട്ടുന്ന ആ ഒരു സന്തോഷം ഭയങ്കരമാണ്. ആ ഒരു ഹാപ്പിനെസ് ഭയങ്കരമാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 5-6 പേരടങ്ങുന്ന ഒരു ടീമും കൂടിയാണ് ഇസ്രായേലിലേക്ക് ഉള്ള ഫ്ലൈറ്റ് കയറുന്നത്. എന്നോട് ആരെങ്കിലും ചോദിക്കുക ഏറ്റവും ഹാപ്പിനെസ് ഉള്ള ഒരു ദിവസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഇസ്രായേലിലെത്തിയ ആ ഒരു ദിവസമേ ഞാൻ പറയത്തുള്ളൂ. അത്രയ്ക്ക് എനിക്ക് പ്രൗഡായിരുന്നു ഇവിടെ എത്തിയത്. അതിനുശേഷം 3 ദിവസത്തെ ക്വാറന്റൈനൊക്കെ ഉണ്ടായിരുന്നു. അത് എൻ്റെ കൂടെ വന്ന ആ ഫ്രണ്ട്സേ അല്ല, അവിടെ വെച്ച് ഞങ്ങളങ്ങ് പിരിഞ്ഞു. എയർപോർട്ടിൽ വെച്ചാണ് വേറൊരു ചേച്ചിയെ ഞാൻ പരിചയപ്പെടുന്നത്. ഞങ്ങൾ 2 പേരും ഒരുമിച്ചായിരുന്നു ക്വാറന്റൈൻ നിൽക്കേണ്ട ആ ഒരു ഹോട്ടലിലേക്ക് പോയത്. അവിടെ ഞങ്ങൾ 3 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. 3 ദിവസത്തിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞു. പുള്ളിക്കാരിയുടെ എംപ്ലോയർ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി, എൻ്റെ എംപ്ലോയർ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെയായിരുന്നു എൻ്റെ ഇസ്രായേലിലേക്ക് ഉള്ള ഒരു ജേണി. എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തത് വഴി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിരിക്കുന്ന, ഇസ്രായേലിലേക്ക് വരാനിരിക്കുന്ന കുട്ടികൾ കാണുമല്ലോ, അവർക്ക് ഒരു ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്ന ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമായിരുന്നു. ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആരും കേട്ടിട്ടുണ്ടോ, എങ്ങനായിരിക്കും അവരുടെ ആ ഒരു അനുഭവം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്.
ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വേറെ ഒരാളുടെ ഒരു എക്സ്പീരിയൻസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അധികം ആരും ഇവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്ക് ഈ വീഡിയോ കാണുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.